Krishna Leela, Joy Alucas, world's favorite jeweler. വീണമേയും ജഗതമേയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലാണ് നമ്മൾ തുടങ്ങുന്നതല്ലേ. സുരേഷിനൊക്കെ ഇപ്പൊ വിളിക്കാൻ പറ്റുമോ? കേന്ദ്രമന്ത്രിയൊക്കെ അല്ലേ എന്ന് പറയുമ്പോ എല്ലാവരും തലകുത്തി കിടന്ന ചിരിയാണ്. വളരെ ഗൗരവത്തിൽ ഇങ്ങനെ സംസാരം. നമ്മൾ ഈ സംഘടനയുടെ കാര്യം സായിച്ചേനെ കണ്ടു. സായിച്ചാ കുറെ നാളായല്ല കണ്ടിട്ട്. നമ്മൾ ഗൗരവത്തിൽ സംസാരിച്ചു. ചേട്ടാ, ആ സൈസ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല. അത് കൊല്ലത്ത് തന്നെ നമ്മൾ ഉപേക്ഷിച്ചു. ഇപ്പൊ മദ്രാസിലോട്ട് അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ടോൺ വരെ മാറിയല്ലോ ചേച്ചി. പുളിപ്പിന് ഒരു വക തിരിവില്ല, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ പുളിപ്പാരെന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഒരു പുളിപ്പുള്ള പോലെ ഒരു മുഖം വെച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായി ഏരിയയിൽ. സ്ഥായിയായ ഭാവം അതാണ്. അതിന് ഒരു ഇട്ടിരിക്കുന്ന ഇരട്ടപ്പേരാ പുളിപ്പ്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും കണ്ട മക്കളെ, അയ്യോ ഒന്നും കഴിക്കുന്നില്ല മക്കളെ. ഞാൻ 88 കിലോ ആയിട്ട് ചെല്ലുക. ഇതൊന്നും എങ്ങനെ കുറയ്ക്കുന്നതെന്ന് അറിയാനൊക്കെ അറിയില്ല. മാംസം മാത്രം. അപ്പൊ തന്നെ ചോറ് കൊണ്ടുവന്നിരുക, കലവട ഊട്ടി ഉരുട്ടുക, നിറയ്ക്കുക. എനിക്ക് കുറെ കുഞ്ഞുങ്ങളുടെ അമ്മയാണോന്ന് എഴുതാനുള്ള ഇംഗ്ലീഷ് അറിയാൻ വയ്യ. ലോട്ട്സ് ഓഫ് ചിൽഡ്രൻ എന്ന് എഴുതണോ? ഇങ്ങനെ എഴുതുമ്പോൾ ടീച്ചർ പറഞ്ഞു, എന്താ അത്, ഇവിടെ വരൂ. ഈ എ മാറ്റിയിട്ട് എന്നും കൂടെ ഇട്ടു. ആൻ ആക്ട്രസ് എന്ന് എഴുതി. വീട്ടിലെല്ലാവരും ആർട്ടിസ്റ്റ് അല്ലേ, കുട്ടിയും വലിയ നടിയാവും. ചോക്ക് ഇങ്ങനെ എടുത്തു വെച്ച് ഇവിടുത്തെ ശബ്ദം വരുമ്പോൾ ഇതിനകത്ത് നന്ന് പൊട്ടാസാണ് വയ്ക്കുന്നത്. മറ്റേ ചുവന്ന നിറത്തിനകത്ത് ആ സാധനം അകത്ത് വെച്ചിട്ടാണിത്. ഹാൻസം ഉർവശിയുടെ കണ്ണിൽ വേണ്ട, അത് കണ്ണ് തുറിപ്പിച്ച് നോക്കുന്ന എത്ര പറഞ്ഞാലും ഈ ശബ്ദം വരുമ്പോൾ നമ്മൾ അറിയാതെ ഇവിടെ ഒന്ന് ചുരുങ്ങും. നോക്കിയിട്ടോ വെളുപ്പിന് ഇവർ വാങ്ങിച്ചോണ്ടൊന്ന് ദോശ രാവിലെ 7 മണിക്ക് വന്നൊരു സീന വരച്ച് നോക്കിയപ്പോൾ ഇതാ ഉണങ്ങിയിരിക്കുന്നു. ഒരേ സമയത്ത് കുറേ പടം കമ്മിറ്റ് ചെയ്തിരിക്കുക. ഈ കാരണം മുങ്ങണം. ചേട്ടൻ മാച്ചോണ്ട് നമ്മളെ വണ്ടി എടുത്ത് പോയി. ഞാൻ അവിടെ ഇരുന്നു. ചേട്ടൻ മാച്ചോണ്ട് വെച്ചു എന്നിട്ട് ഇനി പോകുന്നുള്ളൂ. നമ്മളെ വരൂ രതീഷ് എന്തിയെ? ഞാൻ പറഞ്ഞു എനിക്ക് ദോശ വാങ്ങിക്കാൻ പോയി. അവിടെ ഇന്ന് പ്രൊഡക്ഷൻ മാനേജറൊക്കെ വിളിച്ച് ചാടിക്കുന്നു. അയ്യോ അവിടെ മേളിൽ തട്ടുകട കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഒരു 8 ദോശ വാങ്ങിച്ചോണ്ട് വന്ന് കൊടുക്കും. ടൈ കൊച്ചെന്ന് പറഞ്ഞു. മുഖ്യധാര അത് ഞാനും ഒന്ന് നോക്കട്ടെ. പൊന്നെണ്ണ, മനുഷ്യന് തിരിയണ ഭാഷയെ സംസാരിക്കണം. എന്തിന് അക്ഷരങ്ങൾ എടുത്തു വെച്ച് ഇങ്ങനെ കടു വെറുക്കണത്? മലയാളത്തിന്റെ സൗത്ത് ഇന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന ഉർവശി ചേച്ചിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ചേച്ചി, വെൽക്കം ടു ദ ഷോ. വെൽക്കം വീണമ്മ. ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ട്. അതെ അതെ, വീണമേയും ജഗതമേയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലാണ് നമ്മൾ തുടങ്ങുന്നതല്ലേ. എത്രയായി വാവ? ഭാവിക്ക് 5 മാസമായി. പേരെന്തോ? രാഗ എന്നാണ് പേരിട്ടേക്കുന്നത്. രാഗ. ആരുടെ സെലക്ഷനാ? എന്റെ സ്വന്തം സെലക്ഷനാ. ഞാൻ ആണായാലും പെണ്ണായാലും ഇടാവുന്ന ഒരു പേരായിട്ട് വെച്ചതാ. അങ്ങനെ കുറെ പേരുണ്ടല്ലോ പണ്ട്. അത് ശരിയാണ്. മണി, തങ്കു, ബേബി, തുളസി. നമുക്ക് വീട്ടിലല്ലേ നമ്മളങ്ങനെ ചെല്ലപ്പേരായിട്ട്. അല്ല, തങ്കൂന്ന് മനസ്സിൽ വെക്കുന്നത് ആണാണെന്നുണ്ടെങ്കിൽ തങ്കപ്പനെന്നോ, പെണ്ണാണെങ്കിൽ തങ്കമ്മയെന്നോ ഇടും. പണ്ടത്തെ നാടൻ പേരുകളല്ലേ അതൊക്കെ. എന്റെ എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനത്തെ പേരാണ് ഞാൻ അറിയാതെ തന്നെ കിട്ടിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ വന്ന ജഗദമ്മ എന്ന് പറഞ്ഞ പേര് എനിക്കൊരു ആന്റി ഉണ്ട് ചങ്ങനാശ്ശേരിയില്. ആന്റിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇട്ടതാ. അതെന്താ ചേച്ചിയോട് ആ ആന്റിയോട് ഇത്ര സ്നേഹം തോന്നാൻ കാരണം? ആ ആന്റിയാണ് എന്റെ മോളുടെ പ്രസവത്തിന് എന്റെ വീട്ടുകാരോ ആ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആന്റിയാണ് എന്നെ പൊന്നോലെ നോക്കി. പ്രസവം വരെ വീട്ടിൽ എല്ലാ സംഗതികളും അച്ചാറിട്ട് ഇടിച്ചമന്തി. കാരണം ആർഡിയോ ആയിട്ട് നീലേശ്വരത്ത് ജോലി ചെയ്തതാ. ചങ്ങനാശ്ശേരി വീടും ഇതൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയിട്ടാണ്. നല്ല കൈപ്പുണ്യമാ. പിന്നെ അത്ര നോക്കി. ആണോ? ഈ ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുക, ആ ഒരു കാലഘട്ടം ചേച്ചി എങ്ങനെയായിരുന്നു കടന്നു പോയത്? കാരണം നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അതിൽ നിന്ന് പെട്ടെന്ന് എല്ലാം മാറ്റി കുഞ്ഞെന്നുള്ള ഒരു ലോകത്തേക്ക് മാത്രം ഒതുങ്ങിയപ്പോഴത്തേക്കും എന്തെങ്കിലും ഡിപ്രഷനോ ബുദ്ധിമുട്ടുകളായിരുന്നു? ഡിപ്രഷനായിരുന്നു. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ കുഞ്ഞിനെ ആക്കിയിട്ട് പോകുന്നു. ജോലിക്കാരുടെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇവര് കുഞ്ഞിന് എന്തെങ്കിലും ഈ പാല് ഫ്രഷ് ആയിട്ടായിരിക്കുമോ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഞാൻ അന്തം വിട്ട് ഓടി വന്നു. കാരണം പ്രസവത്തിന് മുൻപ് കമ്മിറ്റ് ചെയ്ത ഷൂട്ടിങ്ങാ. ഓടി വന്നപ്പോൾ കാണുന്ന ഞാൻ വിചാരിച്ചതുപോലെ കുഞ്ഞിനെ സോഫയിൽ ഇങ്ങനെ കിടത്തിയിട്ട് പാല് കൊടുക്കുകയാണ്. ഇങ്ങനെ അവർ സീരിയൽ കാണുകയാണ്. അപ്പം ഞാൻ 6 മണിക്ക് ശേഷം വർക്ക് ചെയ്യില്ല. ഞാൻ 5 മണിക്ക് വന്നു. നോക്കിയപ്പോൾ ഇത് പാല് പിരിഞ്ഞു പോയി. ഉച്ചക്കെങ്ങാണ്ട് കലക്കി വെച്ചിരുന്നതാ. ഈ തൈര് പോലെയുള്ള ഈ പാല് ഇങ്ങനെ കൊച്ചു തുപ്പുന്നുണ്ട്. അയ്യോ, എനിക്കങ്ങ് അന്നപ്പം വിട്ടു അവരെന്നെ. ഒട്ടന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പിറ്റേന്ന് ഒരു അങ്കലാപ്പാണ് എനിക്ക്. അയ്യോ, കൊച്ചെങ്കാരും ടോയ്ലറ്റിൽ പോയാൽ
ഈ പോട്ടിയൊക്കെ എടുത്തു കൊടുക്കുന്ന ജോലിക്കാർ കറക്റ്റായിട്ട് കഴിവൊക്കെ ചെയ്യുമായിരിക്കും. ഒന്നിനും ഞാൻ കഴിയുന്നതും എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കൊണ്ടുവിടുന്നതാണ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പച്ചിയാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് അപ്പച്ചി അങ്ങോട്ട് നാട്ടിൽ പോയിട്ട് വരുന്ന 1-2 ദിവസത്തെ ഗ്യാപ്പിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ശരി. അയ്യോ, അത് വല്ലാത്ത ഡിപ്രഷനും പ്രശ്നമാണ് കേട്ടോ. മോനായപ്പോഴത്തേക്കോ മോനെ കൊണ്ട് നടന്നു ഞാൻ. ആണല്ലേ? അമ്മനെ സ്കൂളിൽ ചേർക്കുന്നവരെ കൊണ്ടു നടന്നു. അത് ശരി. പാവം ചേട്ടൻ്റെ ത്യാഗവും ക്ഷമയുമാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ എൻ്റെ മക്കളെ ആരെ കൊണ്ട് കുളിപ്പിച്ചിട്ടില്ല. ആണോ? എൻ്റെ 28 ദിവസം വരെ ഞാൻ കുളിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചി കുളിപ്പിച്ചു മോളെ. എൻ്റെ മോനെ ഞാൻ 6 മാസം വരെ. അത് കഴിഞ്ഞ് ചേട്ടനെ കുളിപ്പിക്കാനേ അറിയത്തില്ല. എന്നാൽ ഈ തുടയിൽ വെച്ച് ഇങ്ങനെ തല ഇങ്ങനെ വെച്ച് അത് തന്നെയാണ് അത്രേ കുളിപ്പിക്കാൻ അറിയത്തുള്ളൂ. ശരി. അങ്ങനെയൊക്കെ ചെയ്തല്ലേ? എന്താന്നറിയില്ല, ഒരു അമ്മ മനസ്സായതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ എന്ത് കേട്ടാലും ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആകും. ഇപ്പൊ നമ്മൾ ഈ എൽ ജഗദമ്മ 7B എടുക്കുന്ന സമയത്ത് മക്കളൊക്കെ വലിയ കുട്ടികളായി. എന്നാലും നമുക്ക് അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ടെൻഷൻ ഉണ്ട്. വളരുമ്പോ നേരെയാവുമെന്ന് വെറുതെ ധാരണയാണ്. എൻ്റെ അമ്മ ഇത് എപ്പോഴും പറയുമ്പോൾ ഞങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നു അമ്മയെ കളിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇല്ല അല്ലേ? ഒരിക്കലും തോന്നൂല. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും കണ്ട മക്കളെ അയ്യോ ഒന്നും കഴിക്കുന്നില്ല മക്കളെ. ഞാൻ 88 കിലോ ആയിട്ട് ചെല്ലുക. ഇതൊന്നും എങ്ങനെ കുറയ്ക്കുന്നതെന്ന് അറിയാനൊക്കെ തല്ല, മാംസം മാത്രം. അയ്യോ എൻ്റെ പെണ്ണുമക്കളെ കഴിക്ക്, കലമട എടുത്തോണ്ട് വാ എന്ന് പറയും. അപ്പം തന്നെ ചോറ് കൊണ്ടുവന്ന് വരിക, കലമട ഊട്ടി ഉരുട്ടുക, നിറയ്ക്കുക. ഇതിനു വേണ്ടി റെഡിയായിട്ട് അവള് നിൽക്കും. അത് ഉഴുന്ന് തിന്നു കഴിയുമ്പോഴാണ് അമ്മയ്ക്ക് തൃപ്തി. ചേച്ചി, ഈ ജഗദമ്മ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ചേച്ചിയുടെ സ്വന്തം പാർട്ട്ണർ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും പുറകിൽ നടന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു പാർട്ട്ണർഷിപ്പിലുണ്ടായ സിനിമയാണ്. ഇത് എങ്ങനെയായിരിക്കും ആളുകൾ സ്വീകരിക്കുക? അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ആ സിനിമയുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ പല സിനിമകളുടെയും ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് വന്നു ജോയിൻ ചെയ്യുമായിരുന്നു. ഇതിനകത്തോട്ട് ഒരുപാട് ഇൻവോൾവ് ചെയ്തിരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. കാരണം ചേട്ടൻ എപ്പോഴും ചേട്ടന് പരിചയമുള്ള കുറേ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നാട്ടിൻപുറത്ത് പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും ചിരിക്കും. അതിൽ ചേട്ടൻ പെർഫോം ചെയ്തിരിക്കുന്ന ഒരൊറ്റ റോള് മാത്രമേ ഉള്ളൂ. അത് ആരെ പെർഫോം ചെയ്തിട്ട് ശരിയാവാതെ അവസാനം ചേട്ടൻ തന്നെ ചെയ്യേണ്ടി വന്നത്. അത് ശരിയാണ്. ഇതിന് മുൻപ് നടന്നൊരു ഇന്റർവ്യൂവിൽ ചേച്ചി ഇത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അവസാന നിമിഷം ക്യാമറമാനും എല്ലാം കൂടെ പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആര് ചെയ്താലും അരയ്ക്ക് താഴ്പോട്ട് ഇങ്ങനെ ഒരു ആട്ടത്തോട് കൂടിയുള്ള കുടിയന്മാരെ കണ്ടിട്ടുള്ളൂ. ഇത് വെൽ ഡ്രസ്ഡ് ആയിട്ട് ആരും അറിയരുതെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളിനെ ഒരു പ്രത്യേക സംസാരമൊക്കെ അങ്ങനെ ചെയ്തതാ. അപ്പൊ ചേച്ചി ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ചേച്ചിക്ക് ആ ക്യാരക്ടർ വിട്ടു പോകുന്ന ഒരവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടില്ല? ഇല്ല, പണ്ട് അങ്ങനെയല്ലേ പറ്റുള്ളായിരുന്നുള്ളൂ. ശരിയാണ്. അങ്ങനെയുള്ള പ്രിപ്പറേഷൻ ഒന്നും മലയാള സിനിമയിൽ ഒരിക്കലും അവസരം ഉണ്ടാവാറില്ല. ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് അന്നത്തെ ഡയറക്ടേഴ്സ് ക്യാരക്ടർ തന്നെ ഇതാണെന്ന് പറഞ്ഞിരുന്നത്. അത് ശരി, അറിയത്തേ ഇല്ല. അങ്ങനെ നടന്ന ആൾക്ക് ഇതെന്ത് അല്ലേ? ഞാൻ ഓഗസ്റ്റ് 1 പറഞ്ഞൊരു സിനിമ അഭിനയിക്കാൻ വരുമ്പോഴാണ് സുഖേട്ടന്റെ ജോഡിയാണെന്ന് ഞാൻ അറിയുന്നത് തന്നെ. ചെന്നപ്പോൾ ഞാൻ അയ്യോ ജോഡിയായിട്ട് പുള്ളി അക്സെപ്റ്റ് ചെയ്യൂ. എന്റെ കലചേച്ചിയെന്ന് അരിന്ത് പോലത്തെ ഈ പെങ്കൊച്ചാണെന്ന് എന്റെ ജോഡി എന്ന് ചോദിച്ച ആളാ. അപ്പിന്റെ പുതച്ച് കലാധരൻ ചേട്ടനാണ് അസോസിയേറ്റ്. അപ്പൊ മോളെ കുഴപ്പമില്ല, ഇങ്ങനെ പുതച്ചേക്ക്, കുറച്ചൊരു പക്വത വരുത്തിയാൽ മതി. അദ്ദേഹം അറിഞ്ഞതായിട്ട് പോലും ഭാവിച്ചില്ല. ഏയ് അപ്പൊ അങ്ങനെ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഈ സിനിമ എന്നൊരു കണ്ടിന്യൂറ്റി അങ്ങനെ ഒരു വിഷയമേ വരുന്നില്ല. ആ ക്യാരക്ടർ വ്യക്തമായിട്ട് നമുക്കറിയാം. നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാകുമ്പോഴത്തേക്കും നമ്മളുടെ അടിപിടികൾ കൂടൂല്ലേ? എങ്ങനെയാണ് മാനേജ് ചെയ്ത് അവസാനം വരെ എത്തിച്ചു? അവസാനം എല്ലാവരും കൂടെ കലേഷ് ഇടയ്ക്ക് വന്നിട്ടാ അതല്ല ഏട്ടാ, ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ട്രെൻഡ് അതാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്ക് ശരിയല്ലാന്ന് തോന്നുന്നത് ഞാൻ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് അന്നും അതെ ഇന്നും അതെ. ചേച്ചിക്ക് ഏത് റോള് തന്നാലും ഇത്ര അനായാസമായിട്ട് ചേച്ചി ചെയ്യാൻ പറ്റുന്നത് ആദ്യ കാലഘട്ടം തൊട്ടുള്ള ഏത് സിനിമ എടുത്താലും അങ്ങനെയാ. ഇതെങ്ങനെയാ ചേച്ചി സാധിക്കുന്നത്? ഇല്ല, ഞാൻ അഭിനയിക്കാൻ ശ്രമിക്കാറേ ഇല്ല വീണ. എനിക്കറിയാൻ വയ്യാത്തോണ്ടാ. എന്നാലും ഇല്ല, എനിക്കറിയാൻ വയ്യ. കുറച്ച് കാര്യമായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാവും. എനിക്കത് അറിയാൻ വയ്യ. ഋഷി പറയുന്ന പോലെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ചേച്ചി ഇത്രയും സിനിമകൾ 400 സിനിമ, ഈ 400 സിനിമയിലും ചേച്ചി 400 തരം ആൾക്കാരായിട്ടാണ് നിന്നേക്കുന്നത്. അതെങ്ങനെ ചേച്ചി? അപ്പോ അത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് പറഞ്ഞിരുന്ന ആ ഡയറക്ടറുടെ ഒരു ടോൺ ഞാൻ അഡോപ്റ്റ് ചെയ്യും. അപ്പൊ ചില സിനിമകളിൽ ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നും പടം കഴിഞ്ഞപ്പം ആ ഡയറക്ടർ കുറച്ച് ലൗഡായിട്ട് ചെയ്യാൻ പറഞ്ഞു തന്നത് പോലെ എനിക്ക് തോന്നും. ഡബ് ചെയ്യുമ്പോഴും കുറച്ച് ലൗഡായിട്ട് ഡബ് ചെയ്യാൻ പറഞ്ഞ പോലെ തോന്നും. സത്യേന്റെ സിനിമകൾ ഒരിക്കലും അത് വരില്ല. അത് ശരി. കാരണം ഒന്നിനും വലിയ ബലം കൊടുക്കൂല സത്യേട്ടൻ. വളരെ കാഷ്വലായിട്ട് പറഞ്ഞു കുറച്ച് ഇത് എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്, അതല്ലേ ഓക്കെ. പിന്നെ അതിനകത്ത് വലിയ ബലം കൊടുക്കത്തില്ല. ചിലത് വേണ്ടെന്ന് തോന്നുന്നത് അത് കുറച്ച് ഒഴിവാക്കാം, അല്ലെ പിന്നെ കുറച്ച് കുറയ്ക്കാം, ഇങ്ങനെ അങ്ങനെ അങ്ങ് പറയും. അത് കാഷ്വലായിട്ട് അങ്ങ് പോകും. അത് ശരി. ഈ ജഗദമേൽ എങ്ങനെയായിരുന്നു അത്?
ജഗദമ്മ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് കേട്ടതാ, കുറേ നാളിത് കേട്ടതാണ്. നമ്മൾ ഈ താഴേക്കടയിലുള്ള സ്ത്രീകൾക്ക് ഒരു വിവരമൊന്നും ഇല്ലാന്ന് വിചാരിക്കും. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ മുമ്പിൽ കയറുന്നു, ഭയങ്കര സാഹിത്യമൊക്കെ പറഞ്ഞോളൂ, ഈ ന്യായമൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ സ്ത്രീകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ബാല്യം തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഗോമതിയൊക്കെ എന്ന് പറഞ്ഞ കുഞ്ഞിലെ നമുക്ക് ആ എല്ലാവരുടെയും ഗോമതിയൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ തോർത്തിങ്ങനെ ഇട്ടുകൊണ്ടാ വരുന്നത്. അപ്പോൾ സ്ഥിരം കൽപ്പന ചേച്ചി അമ്മയും പറ്റിക്കുന്ന ഒരാളാണ് ഗോമതി. ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. അതെനിക്ക് എന്തെങ്കിലും ഒരിക്കലും ആ ക്യാരക്ടർ പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സ്പീഡായിട്ട് സംസാരിക്കും. പറ്റിക്കുന്നത് എങ്ങനെയാ? അവർ വെളിയിൽ നിന്ന് വരുമ്പോഴേ കുറച്ച് ന്യൂസുമായിട്ടായിരിക്കും വരുന്നത്. രമണി എൻ്റെ അമ്മയെ വിളിക്കുന്ന പോയിപ്പോണ്ടല്ലേ, അവള് പറയാണ് ആ പെണ്ണുപിള്ള ഇങ്ങനെ പറയണ കേട്ടോ, ആ പുളിപ്പിന് ഒരു വകതിരിവില്ല ഇങ്ങനെയാണ് പറയണം. അപ്പൊ ഈ പുളിപ്പ് ആരെന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഒരു പുളിപ്പുള്ള പോലെ മുഖം വെച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് ആ ഏരിയയിലും. ഈ പുളിയുള്ള മാങ്ങയൊക്കെ കഴിക്കും മുഖം എങ്ങനെ ഇരിക്കും. അപ്പൊ സ്ഥായിയായ ഭാവം അതാണ്. അതിന് ഒരു ഇട്ടിരിക്കുന്ന ഇരട്ടപ്പേരാ പുളിപ്പ്. അത് ആ ഏരിയയിൽ എല്ലാവർക്കും അറിയാം. ആണ്ടെ പുളിപ്പ് എങ്ങോട്ട് പോണ്, കിഴക്കോട്ട് പോകണുണ്ട്, കല്യാണം വല്ലതും ഉണ്ടോ, വെള്ളം ഉടുപ്പൊക്കെ തുണിയൊക്കെ കൊടുത്തോണ്ട് പോകണുണ്ടെന്ന് പറയും. ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇവര് പ്രശ്നം വരുമ്പം ഗോമതിയൊക്കെ വളരെ കാര്യമായിട്ട് അത് പറയുന്നത് ശരിയല്ലല്ലോ, ഭാഷയൊക്കെ മാറും. അത് ശരി, അങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെ പറയും. ആൾക്കാർ ഒരു യോഗ്യതയൊക്കെ നോക്കിയിട്ട് വേണ്ടേ സംസാരിക്കാൻ. ഒരു നേതാവിന്റെ ഭാവമൊക്കെ വരും. അങ്ങനെ കുറേ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായി. ആൾക്കൂട്ടത്തിൽ ഏരിയമാന്ന് പറയുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ. ഈ ഞാൻ ഇത് കണ്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു, ചേച്ചിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരു ആഗ്രഹമെങ്കിലും ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഈസി ആയിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ അങ്ങനെ ഇത്ര അനായാസമായിട്ട് അതിലേക്ക് എങ്ങനെ വരാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ചേച്ചിയുടെ മനസ്സിൽ എവിടെയെങ്കിലും നമ്മൾ പല ഇലക്ഷനും കാണുന്ന പല തമാശകളും പല അട്ടിമറികളും ഈ എന്താ പറയുക കാലുവാരലും അങ്ങനെയൊക്കെ പലതും നമ്മളിങ്ങനെ കേൾക്കുകയും കാണും. ഇപ്പൊ വിഷ്വൽ മീഡിയ എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം സൗകര്യം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് തന്നെ അന്തംമണി ഉണ്ടാവും, ഇതെങ്ങനെ ഇന്നലെ വരെ ഇതായിരുന്നിട്ട് ഇപ്പൊ ഇന്ന് ഇങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ല. ചേച്ചിയുടെ വാർത്തകൾ തന്നെ കാണുമ്പോൾ ചേച്ചി ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ വൈറലാവുന്നു. ഞാൻ ഈ സാധനം കാണാറില്ല, ദൈവം സഹായിച്ചു. എനിക്ക് അതുമായിട്ട് ഞാൻ പുസ്തകം വായിക്കാൻ അർദ്ധരാത്രി വരെ ഇരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കും. ഇപ്പൊ ആത്രേകം വായിച്ചിട്ട് എനിക്കത് ആ പുസ്തകം താഴെ വയ്ക്കാൻ തോന്നില്ല. എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അങ്ങനെ തോന്നും. പക്ഷെ ഒരിക്കലും ഒരു ഫോൺ കണ്ട് ഇതിനിടയ്ക്ക് ആരെങ്കിലും വിളിച്ചാലും ആ മടുപ്പ് എനിക്ക് ഉണ്ടാവുകയില്ല. ഇല്ലല്ലേ, ഞാനത് കാണൂല. അത് ചേച്ചിയുടെ ഭാഗ്യം ചേച്ചി. ഞങ്ങളൊക്കെ അതിൽ അഡിക്റ്റഡ് ആയി പോയി. ഒരു പുസ്തകം 4 പേജ് വായിക്കാൻ പറ്റുന്നില്ല, 4 മണിക്കൂർ ഫോണും വെച്ചോണ്ടിരിക്കാൻ ഒരു പ്രശ്നവും ഇല്ല. അത് അപ്പൊ ഞാൻ വിചാരിച്ചു ചേടാ എനിക്കെന്താ ഇതിനൊരു ക്ഷമ തോന്നാത്ത. എല്ലാവരും യൂട്യൂബ് എടുക്കാൻ പഠിച്ചാൽ ഈ അടുത്ത സമയത്താ പാചക പ്രോഗ്രാം കാണാൻ. അപ്പൊ എന്റെ മോള് പറയും, അമ്മ ഇത് കണ്ടോണ്ടിരുന്നിട്ട് വല്ലതും അമ്മ ഉണ്ടാക്കുന്ന സമയമുണ്ടോ അമ്മയ്ക്ക്, എന്തിനാ അമ്മ ഇത് കാണുന്നത്? പറയും ഒരിക്കലും ഞാനിതെല്ലാം ഉണ്ടാക്കി തരും. എവിടെ ആണ് ഈ പറയുന്ന ആൾക്ക് അമ്മയ്ക്ക് ഉണ്ടാക്കി തരാന്ന് പറ, കുഞ്ഞാറ്റയോട് പറ, കുഞ്ഞാറ്റ ഇടയ്ക്കിടയ്ക്ക് നീ എനിക്ക് ഉണ്ടാക്കി ഇങ്ങനെ പാർട്ടി അവിടെ ഉണ്ടാക്കും കേട്ടോ, ഉണ്ടാക്കും. എന്നോട് ശ്രമങ്ങളൊക്കെ നടക്കും. പക്ഷെ എനിക്ക് പേടി, കത്തി എടുത്ത് കട്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പേടി. അവരെ ഫ്രീ ആയിട്ട് അങ്ങനെ വിടണമെന്നൊക്കെ മനസ്സിലുണ്ട്. എങ്കിലും അത് കുച്ചാത്തി എടുക്കും, മക്കള് മാറ്, അമ്മ കട്ട് ചെയ്ത് തരാം. ചേച്ചിയൊക്കെ എപ്പോഴും അവര് രണ്ടുപേരും തീരെ പൊടി കുഞ്ഞുങ്ങൾ തന്നെയാണ്. എനിക്ക് ഞങ്ങള് ഇളയത്തിങ്ങളെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ മക്കളെന്നെ വിളിക്കൂ. അതുകൊണ്ടാണ് കൽപ്പന ചേച്ചി ആയാലും ഇപ്പൊ ഈ വരുന്ന സോഷ്യൽ മീഡിയ വരുന്ന പിള്ളേരൊക്കെ എനിക്ക് തോന്നുന്നു എന്റെ ഇളയത്തിങ്ങളല്ലേ അവര്. അപ്പൊ മോനെ മക്കളെ എന്നൊക്കെ അല്ലാതെ പിള്ളേരെ എന്നൊക്കെ അവർക്ക് ആർക്കും ഒന്നും ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. ഒരിക്കലും ഇല്ല. ഇപ്പൊ എന്താണ്ട് അവര് ഫംഗ്ഷന് പോയിട്ട് ആ വണ്ടി കയറിയിരുന്നപ്പം എന്റെ ഏറ്റവും വലിയ ചീത്തയാണ് വൃത്തികെട്ടവനെ എന്ന് വിളിക്കുന്നത്. അത് പറഞ്ഞതിന് അതെല്ലാരും കൂടെ ആ പയ്യനെ കളിയാക്കി അവനെന്റെ വായിരിക്കുന്ന കേൾക്കാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അല്ല ചേട്ടനെ അറിഞ്ഞൂടെ? എന്നാലും ആ ഉറക്കപ്പിച്ചിൽ 1:30 മണിക്ക് വന്ന് എൻ്റെ ഒരു ഇറിറ്റേഷനിൽ വരിക. അപ്പൊ ഗൗരി നന്ദയോ ഏതാണ്ട് അവാർഡ് തന്നു. അതേപോലെ ആ കൊച്ചതിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നത് ശരിയാ. എനിക്ക് ഇന്ദ്രൻ അവാർഡ് തന്നെ. എനിക്കറിയാൻ വയ്യ, അതിനിടയ്ക്ക് എനിക്ക് പറയാവുന്ന വയ്യ താടിക്കാര കൊച്ച് ചേച്ചി ഗൗരി നന്ദ അവാർഡ് തന്നതിനെ പറ്റി എന്തോ ഞാൻ പറഞ്ഞത്, ഗൗരി എന്തൊക്കെയോ അവാർഡ് തന്നൂടെ എനിക്ക്, എന്ത് കാര്യം? എന്നിട്ട് ഞാൻ പോയി സത്യത്തിൽ ആ കുട്ടിയല്ല തന്നത്, എന്തിനത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞു.
ഒരു ലെജൻഡിന് അവാർഡ് കൊടുക്കാൻ പറ്റും എന്ന് കുട്ടി സന്തോഷിച്ചാ പറഞ്ഞേ. പക്ഷെ അതേ ആ അവാർഡ് തൊട്ടതുപോലും ഇല്ല കൊച്ചു. ആണല്ലേ? ചേച്ചി ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും. ഇപ്പൊ ഞാൻ അവരുടെ ഗൗരിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ചേച്ചിയെ പോലെ ഇത്രയും വലിയൊരു ഒരു നടി ആ സ്റ്റേജിൽ വരുമ്പോ ആ സ്റ്റേജിൽ അവാർഡ് വാങ്ങുന്ന വേദിയെ പങ്കിടാൻ സാധിക്കാന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇന്ദ്രന് അവാർഡ് തന്നെ എന്തൊരു വിഷമം വരത്തില്ലേ? അത് ശരിയാണ്. അതോ ഞാൻ ആലോചിച്ച, അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടനും ഉണ്ടായിരുന്നു, ഇന്ദ്രൻ ചേട്ടൻ അവാർഡ് കൊടുത്തു, ഞാനും ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് പറയണ്ടേ. ഞാനാ കൊടുത്തു എന്ന് പറയുമ്പോ ഇന്ദ്രൻ വയ്ക്കും അപ്പൊ ഞാനെന്തായാലും കഷ്ടം. അതൊക്കെ ഞാൻ ഇപ്പഴാ അറിയുന്നേ. അതല്ലേ, നല്ല കാര്യം ചേച്ചി. ഈ ഓൺലൈൻ മീഡിയയിൽ ലോകത്ത് നടക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാതെ മാറി നിൽക്കുന്നത്. നമ്മൾ ആരെയും കുറയ്ക്കരുതല്ലോ. ഒരു ആർട്ടിസ്റ്റ് തന്നു എന്ന് അപ്പൊ അവര് സന്തോഷിച്ച് പറയുമ്പം അതൊക്കെ എനിക്ക് വലിയ വിഷമം. ആരും തന്നാലെന്താ, എല്ലാവരും ഒന്നല്ലേ ഈ സ്റ്റേജില്. ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു, എനിക്കൊരു കുഞ്ഞെന്നുള്ളത് എനിക്കൊരു ആർത്തിയായിരുന്നു എന്ന്. അന്നൊന്നും ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്കിതിന്റെ ഒരു ചേച്ചി പറയുന്നതിന്റെ ഒരു ഡെപ്ത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നേ. ഇന്നൊരു കുഞ്ഞിന്റെ അമ്മയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഈ പറയുന്ന ഓരോ വാക്കുകളും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവും. കാരണം എന്റെ ആരാവണമെന്ന് ആഗ്രഹം എന്ന് വെച്ചാൽ ഒരുപാട് കുഞ്ഞുങ്ങളുടെ അമ്മയാണോ എന്ന് മാത്രമേ മറുപടി ഉള്ളൂ എനിക്ക്. ആണോ? അത് പറയാനുള്ളൊരു ചമ്മല് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോഴാണ് ആ ചമ്മല് മാറിയത് എനിക്ക്, സത്യം. അത് മാത്രം ആ കാലഘട്ടത്തിൽ ഒരു ചമ്മല് തോന്നാൻ കാര്യം, ഒരു ആളിൻ്റെ അമ്മയാവാൻ വേണ്ടി മാത്രം എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറച്ചില് പോലെ നമുക്ക് തോന്നൂല ആ ഏജില്. സത്യം പറഞ്ഞാൽ ടീച്ചറിന്റെ പ്രൊഫഷനാണ് ഏറ്റവും ഉന്നതം എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അപ്പം ഒരു ടീച്ചറായിട്ട് ഇങ്ങനെ രാജലക്ഷ്മി ടീച്ചർ നടക്കുന്ന പോലെ പുറകെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ വടിയും കൊണ്ട്, അപ്പം ഈ വടി തന്നെ നോക്കി നിൽക്കും പിള്ളേർ. എപ്പോഴാണ് പ്രയോഗിക്കുന്നതെന്ന് അറിയത്തില്ലോ. അപ്പം എൻ്റെ അച്ഛനും വിനയത്തോടു കൂടിയാണ് ടീച്ചറിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ടീച്ചറായാൽ പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അതായിരുന്നു ആൾക്കാരെ പേടിപ്പിക്കുന്നതിലും പക്ഷെ വീട്ടിൽ ഏറ്റവും ഇളയതല്ലേ, ഒരു ആളായിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ. മക്കൾ അങ്ങോട്ട് പോയി നിൽക്കും, മൂത്തവർ സംസാരിക്കുമ്പം ഇവിടെ ഒന്ന് നിൽക്കരുത്, പോയി എങ്ങും മൂത്തത് എന്നൊരു മൂക്കാൻ എന്താണൊരു വഴി, അത് നോക്കി നടക്കുമായിരുന്നു. മൂക്കാൻ പറ്റും. അവിടെ ഇരിക്കൂ, രക്ഷകർത്താവരെ വിളിച്ചോണ്ട് വരും. അപ്പോൾ അച്ഛൻ വരുന്നു, ടീച്ചറെ എന്താ നിങ്ങൾക്ക് കണ്ട, എന്താണ് കൽപ്പന, എപ്പോഴും ക്ലാസ്സിന് പുറത്ത് നിർത്താനായിട്ട് എന്താണ് ഈ കുട്ടിയെ കൂടെ അയക്കുന്നത്? എനിക്കല്ലേ, എന്നെ വിളിക്കാൻ എന്നെ കാര്യത്തിൽ വന്നിട്ടോ അച്ഛൻ്റെ സീറ്റം നാണം കാണാൻ വേണ്ടി വരും കൽപ്പന ചേച്ചിയുടെ കാര്യത്തിൽ. കാരണം ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ചിട്ടേ ഇല്ല ഒരിക്കലും. ചേച്ചിയുടെ ഒരു ഈ ഭയങ്കര സ്പോട്ടിൽ ഹ്യൂമർ പറയാൻ പറ്റുന്ന ഒരു കഴിവ് ഇത് കുഞ്ഞിലേ തൊട്ടുള്ളതാണോ? ഒരിക്കലുമല്ല. അല്ലേ? ഒരിക്കലുമല്ല. പിന്നെ ഇത് എപ്പോ സിനിമയാണ് മാറ്റിയെടുത്തത്. അതെ, തീർച്ചയായിട്ടും. കാരണം ഗൗരവത്തോടു കൂടി ഇരുന്നാൽ വളരെ ഗൗരവപരമായിട്ടുള്ള കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് വന്ന് ഭവിക്കുന്നത്. ഒരു സെൻസ് ഓഫ് ഹ്യൂമർ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര ഒരു നല്ല രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ആയുധമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അത് ശരിയാണ്. കാരണം നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളായിരിക്കും സമീപനം ഉണ്ടാവുന്നത്. ചേട്ടാ അത് കൈ ഇരിക്കട്ടെ കേട്ടോ, അത് വേണ്ട, അത് ആ സൈസ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല, ഓക്കെ അന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ പിന്നെ കുഴപ്പമില്ല, തമാശ. അങ്ങനെ കുറെ പേര് നമ്മൾ പറയേണ്ടി വന്നിട്ടുണ്ട്. ചേട്ടാ ആ സൈസ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല, അത് കൊല്ലത്ത് തന്നെ നമ്മൾ ഉപേക്ഷിച്ചു കേട്ടോ, ഇപ്പൊ മദ്രാസിലോട്ട് അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, സോറി കേട്ടോ, കൈ തന്നെ ഇരിക്കട്ടെ, ആവശ്യം വരുമ്പോ ഞാൻ ചോദിക്കും, അപ്പൊ തരണം എന്നൊക്കെ പറയുമ്പോ പിന്നെ പുള്ളിക്ക് വിരോധമില്ല. ആണല്ലേ? ഞാൻ എന്താ ആലോചിച്ചെന്നറിയോ, അതായത് ഏതോ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അതായത് സുരേഷ് എന്നൊക്കെ ഇപ്പൊ വിളിക്കാൻ പറ്റുമോ, കേന്ദ്രമന്ത്രിയൊക്കെ അല്ലേ എന്ന് പറയുമ്പോ എല്ലാവരും തലകുത്തി കിടന്ന ചിരിയാണ്. എന്തറിയോ, മറന്നു പോവും. വളരെ ഗൗരവത്തിൽ ഇങ്ങനെ സംസാരം. നമ്മൾ ഈ സംഘടനയുടെ കാര്യം സായിച്ചേനെ കണ്ടു, സായിച്ചാ കുറെ നാളായില്ല കണ്ടിട്ട്, നമ്മൾ ഗൗരവത്തിൽ സംസാരിച്ചല്ലോ. അതൊക്കെ അവരൊക്കെ അത്രയും വാത്സല്യത്തോടെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ചേട്ടനെ കണ്ട് നേർക്കുനേർ നോക്കിയിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ മുരുത്തൊക്കേടല്ലേ വന്നു പോകുന്നത്. അതുപോലെ ചേച്ചിയുടെ ഇപ്പൊ നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. പഠനം നമുക്ക് ഈ സിനിമയുടെ ഭാഗമായിട്ട് പാതി വഴിക്ക് വെച്ച് മുടങ്ങിയപ്പോഴും അതിനേക്കാൾ കൂടുതൽ ലോകം കണ്ടത് ഈ സിനിമ വഴിയല്ലേ? ഒരു ഭയങ്കരമായ ഒരു PhD പഠിച്ച ആളെക്കാൾ കൂടുതൽ ചേച്ചിക്ക് ലോകം അറിയാമെന്നുണ്ടെങ്കിൽ അത് സിനിമ തന്നെ തന്ന ഒരു ഭാഗ്യമാണോ? തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ തെലുങ്ക് എങ്ങനെ പഠിക്കും? അതാണ്. കന്നഡ എന്ന് പറഞ്ഞൊരു ഭാഷ ഞാൻ കേട്ടിട്ടേ ഇല്ല ജീവിതത്തിൽ, അതിൽ അഭിനയിക്കാൻ പോകുമ്പോൾ. പക്ഷെ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തു. സ്വന്തം ശബ്ദത്തിൽ ഞാൻ ഡബ് ചെയ്യുന്നു. തെലുങ്ക് നമ്മുടെ വീട്ടിലെങ്ങാനും കേട്ടിട്ടുണ്ടോ ആ ഭാഷ? ആർക്കും അറിയത്തില്ല. തെലുങ്ക് സംസാരിക്കുന്നു. ഹിന്ദി പിന്നെ പോട്ടെ, സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു, വായിക്കാനും അറിയാം. എന്നാലും നമ്മൾ വർക്ക് ചെയ്യുമ്പം അതുമായിട്ടൊക്കെ നമ്മുടെ ജോലിയാണ്, പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു മസ്റ്റ് അല്ലേ, അങ്ങനെ അങ്ങ് പോകുന്നു.
അതൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതല്ലേ. എങ്ങനെ ചേച്ചി എന്നാൽ ഈ ഭാഷ പഠിക്കാന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവാണെന്ന് പറയും? തീർച്ചയായിട്ടും പ്രത്യേക കഴിവെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിഫലം തന്ന് കൊണ്ടുപോവുകയാണ് നമ്മളെ. ഇത് പറയേണ്ടത് നമ്മുടെ ജോലിയുടെ ഭാഗമാണെന്നുള്ള ഉത്തരവാദിത്വം വരുമ്പോൾ നമ്മൾ പഠിക്കും. എൻ്റെ ജോലിയാണ് ഇത്, ഞാൻ പഠിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ കാശും വാങ്ങിച്ച് വന്ന് നിന്നിട്ട് അയ്യോ ഇതിന് ഭാഷ അറിഞ്ഞുകൂടാ, വലിയ കാശ് വാങ്ങിച്ച് അവനെ കഴിഞ്ഞ് വന്നോളൂ എന്ന് പറയുമോ എന്നുള്ള ചിന്തയുണ്ടല്ലോ. അപ്പം അടിവയറ്റ് ഒരു പെരുമ്പറ മുഴങ്ങിക്കൊണ്ടേയിരിക്കും ഇത് തീരുന്നവരെ. അതല്ലേ അങ്ങനെ പഠിച്ചു പോകുന്ന കേട്ടോ. ചേച്ചി അത് എങ്ങനെയാ അത് പഠിച്ചെടുത്തത്? ഞാൻ മലയാളത്തിൽ എഴുതും. എല്ലാ നമ്മുടെ ഡയലോഗുകളെല്ലാം എല്ലാ ഡയലോഗ്സ് എൻ്റെ മാത്രം ഡയലോഗ് പഠിച്ചാൽ പോരല്ലോ വീണ. വീണ എന്ത് പറയുമ്പോൾ ഞാൻ തിരിച്ച് പറയണം എന്നുള്ള വീണയുടെ ഡയലോഗിൻ്റെ ഏകദേശം ഒരു ഫസ്റ്റ് വേർഡും ലാസ്റ്റ് ഫിനിഷിങ്ങും ഞാൻ മനസ്സിലാക്കിയിരിക്കണം. തീർച്ചയായിട്ടും. അപ്പം ഞാൻ പഠിക്കും. അതിനർത്ഥം എനിക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ എക്സ്പ്രഷൻ വരുള്ളൂ. അത് ശരിയാണ്. അപ്പൊ അതിന്റെ കൂടെ ലാംഗ്വേജും എക്സ്പ്രഷനും രണ്ടും പഠിക്കും. അതാണ്. എന്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ എങ്ങനെ നടപടിയാവുന്നു? ഒരു ഹിന്ദി പഠിച്ചോന്ന് ചോദിച്ചാൽ പോലും, കാര്യം തുമാരാ നാം ക്യാ ഹേ എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഹിന്ദി പോലും അറിയാതെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇല്ല, അത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വരാത്തോണ്ടാണ് വീണ. ആവശ്യം വരുമ്പം അന്യദേശത്ത് പോയി എത്ര പേര് ജീവിക്കുന്നു. അത് കറക്റ്റ് ആണ്. ഒരു ഭാഷ അറിഞ്ഞുകൂടാതെ വിദ്യാഭ്യാസം ഇല്ലാതെ നേപ്പാളിൽ നിന്ന് വന്ന് എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. എത്ര കിലോമീറ്ററാ. അവൻ നാടറിയില്ല, ഒന്നും അറിയില്ല. ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാ, കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നേക്കുകയാണ്. ആരെ വിശ്വസിച്ചിട്ടാ? അതെ, സത്യം അല്ലേ? എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ജീവിതോപാധി എന്ന് വരുമ്പോൾ നമ്മൾ പഠിക്കും വീണ. ആണല്ലേ? ചേച്ചിക്ക് ഈ ന്യൂമറോളജിയിലൊക്കെ വിശ്വാസമുള്ള ആളാണോ? ഇല്ല, മിനി ചേച്ചി അതിൽ എക്സ്പേർട്ട് ആയിരുന്നു. ആണോ? അങ്ങനെ എന്തെങ്കിലും? എൻ്റെ അമ്മ ജ്യോതിഷം ഇതെല്ലാം കുറെ നല്ലോണം അറിയാവുന്ന ആൾക്കാരാണ്. ആണ്. ഈ ഡബിളോ ഉർവശി എന്ന് എഴുതുന്നത് എന്തുകൊണ്ടാണ്? തമിഴിൽ വന്നതുകൊണ്ടാണ്. അവിടെ ഉർവശി അല്ല, ഊർവശി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അത് ന്യൂമറോളജി ഭാഗമൊന്നും അല്ല. അത് ശരി. ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ള എന്തെങ്കിലും. ശരിക്കും ചേച്ചിയോട് ആരെങ്കിലും ചേച്ചി ഇങ്ങനെ ഒരു നടിയായി തീരുമെന്ന് പറഞ്ഞതായിട്ട് ചേച്ചിക്ക് തോന്നുന്നു, ഓർമ്മയിലുണ്ടോ? പിന്നെ എൻ്റെ ടീച്ചറാണ് എനിക്ക് ആദ്യമായിട്ട് അതായത് ഐ വുഡ് ലൈക്ക് ടു ബിക്കം എന്നിട്ടിട്ട് ഒരു ഡാഷ് ഇട്ട് ബോർഡിൽ എഴുതിയേക്കാണ് ടീച്ചർ. പ്രേമലത ടീച്ചറാണ്. അപ്പൊ അത് എഴുതിയിട്ടു. ടീച്ചർ എഴുതിയപ്പോ എനിക്ക് ആകപ്പാടാ. കാരണം ടീച്ചർ ആവണമെന്ന് പറഞ്ഞ ടീച്ചർ ദേഷ്യം വരത്തില്ലേ? ഓ, ടീച്ചർ ആവാനാണോ ഒന്ന് ചോദിച്ചാലോ? പിന്നെ എനിക്ക് കുറെ കുഞ്ഞുങ്ങളുടെ അമ്മയാവണമെന്ന് എഴുതാനുള്ള ഇംഗ്ലീഷ് അറിയാൻ വയ്യ. ലോട്ട്സ് ഓഫ് ചിൽഡ്രൻ എന്ന് എഴുതണോ? അപ്പൊ അതെങ്ങനെ എഴുതണം? മദർ എന്നെഴുതിയാൽ അതെന്താ? അത് മദർ എന്ന് പറഞ്ഞൊരു ജോലിയാണോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ ടീച്ചർ പറഞ്ഞു, എന്താ അത്, ഇവിടെ വരൂ. ഈ എ മാറ്റിട്ടു എന്നും കൂടെ ഇട്ടു. ആൻ ആക്ട്രസ് എന്നെഴുതി. ടീച്ചർ തന്നെ എഴുതി. ഈ ആക്ട്രസ് എന്നുള്ള വാക്ക് ഞാൻ എപ്പോഴാണ് കേൾക്കുന്നത്. എനിക്ക് ആക്ടറേ അറിയൂ, അതിന്റെ ഓപ്പോസിറ്റ് ആക്ട്രസ് ആണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി ആക്ട്രസ്. വീട്ടിലെല്ലാവരും ആർട്ടിസ്റ്റ് അല്ലേ, കുട്ടിയും വലിയ നടിയാവും. അനുഗ്രഹിച്ച് പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടതേ ഇത്. ടീച്ചറിനെ കഴുത്തിപ്പിടിച്ച് ഞെക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് സ്വപ്നത്തിൽ പോലും ഇഷ്ടമല്ലാത്തൊരു കാര്യം. പക്ഷേ ഈ ടീച്ചർ എന്താ ഇങ്ങനെ പറഞ്ഞ? പോട്ടെ, ടീച്ചറിന് ഇഷ്ടപ്പെട്ട കാര്യമില്ല, അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വെച്ചു ഞാൻ. ആണ് സത്യം. ആണോ? ഇത് ഞാൻ ചേച്ചി വേറൊരു ഇന്റർവ്യൂവിലും പറയുന്നത് കേട്ടോ, ചേച്ചിയുടെ അച്ഛനോടും ഇങ്ങനെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, നമ്മുടെ എന്താ പറയുന്നത്, എതിർപ്പുകൾ എന്നൊരു സിനിമയാണ് മുന്താനം പിടിച്ചതിന് മുൻപ് ഞാൻ അഭിനയിച്ചത്. 12 വയസ്സിൽ എനിക്ക് 3 ഹീറോസാണ്. മമ്മൂക്ക, രതീഷ് ചേട്ടൻ, ശങ്കർ. നായകന്മാരല്ല, അവരുടെ കൂടെ കൂടുതൽ അടുപ്പമായിട്ട് പെരുമാറുമ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് ചീത്തപ്പേരുണ്ടാക്കി ഈ കുട്ടി മരിച്ചു പോകുന്നതാണ് കഥ. പക്ഷെ അന്ന് മമ്മൂക്ക പറഞ്ഞു, ഇതിന് എന്തോ കണ്ടിട്ടാ പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും അർത്ഥത്തിൽ പറഞ്ഞു. മമ്മൂക്ക പോയി. സുധയ്ക്ക് എന്നെ ഇഷ്ടമാണോ? ഞാൻ സുധയെ വിവാഹം ചെയ്തിട്ട് എന്തോ കണി അയ്യേ എനിക്ക് പറ്റില്ല. ചുമ്മാ എല്ലാം വെച്ച് കെട്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് എൻ്റെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പിന്നെ മേനേജ് ചേച്ചി അതിനെ തിട്ടു. മേനേജ് ചേച്ചി എന്തൊക്കെയോ ചായ ഉള്ളത് കൊണ്ടാണ് ചോദിച്ചതെന്നാക്കി. പക്ഷെ മമ്മൂക്ക ചോദിച്ചില്ല. ഇല്ലില്ല, അന്ന് ആ കാര്യത്തിലൊക്കെ വളരെ മിടുക്കനാണ് മമ്മൂക്ക. ഭയങ്കര വ്യക്തിത്വമുള്ള ആളാണ്. അപ്പൊ ആ പടത്തിന്റെ ഡയറക്ടർ, അതിൽ മിനിച്ചേച്ചി അഭിനയിക്കാനിരുന്നേ. അപ്പൊ മിനിച്ചേച്ചിക്ക് പറ്റില്ലായിരുന്നു. ഈ കസേരയുടെ മേളിൽ കയറി കുത്തിയിരിക്കും ആ ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. എന്നെ ചേട്ടാ എന്നാ ഈ പറയുന്നേ, അടുത്ത കൊല്ലത്തെ സൂപ്പർ സ്റ്റാർ അല്ലയോ ഇരിക്കുന്നേ? ഞാൻ മഞ്ഞപ്പിത്തം പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ എൻ്റെ അച്ഛൻ, ഉണ്ണി തമാശ പറയാതെ എണീറ്റ് പോകുണ്ണി, ആരെങ്കിലും കൊള്ളാവുന്നവരായിട്ട് പടം എടുക്ക്. അതിന് ഒന്നാമത്തെ കാര്യം അത് ക്യാമറ കണ്ടാ കരയും. അത് ആരുമില്ല, ഞാൻ ചിരിപ്പിച്ചോളാവുന്നേ എന്നും പറഞ്ഞു കൊണ്ടുപോയി അഭിനയിപ്പിച്ച്. എന്നെ ചിരിപ്പിക്കാൻ മാളച്ചേട്ടൻ ബിസി ആക്ടറാണെന്ന്.
മാളച്ചേട്ടൻ ഇല്ലാത്ത സിനിമ ഇല്ല, ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. ആ മാളച്ചേട്ടൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ആ മാളച്ചേട്ടൻ നിന്ന് ചിരിപ്പിക്കണം. ചിരിപ്പിച്ചാൽ മാളച്ചേട്ടനെ നോക്കി ചിരിക്കും. കരയാൻ എനിക്ക് കരച്ചിൽ വരുന്നില്ല, കരയത്തില്ല. പിന്നെ ഇവിടെ ഗ്ലിസറിന് അകത്ത് തേക്കുമ്പോൾ കണ്ണ് നീറത്തില്ലേ, അങ്ങനെ കരയും. അങ്ങനെ ഒരു പടം എടുത്തിട്ട് പാതി നിന്നു. ആര് കാണും ഇങ്ങനെ ഒരു പടം എടുത്താൽ? പക്ഷെ അടുത്ത വർഷം മുന്താനം പിടിച്ച് റിലീസായി. ആ സിനിമയെ കാണുന്ന ഞാനും ഈ ഒരു വർഷത്തിൽ എന്റെ മാറ്റവും അജഗജാന്തരം. എന്നിട്ട് ആ പടം മാച്ച് ആവുന്നില്ല. അത് ഇത്രയുള്ള പാവാടയാ, ഹാഫ് സ്കർട്ടിട്ട ക്യാരക്ടറാ. ആരും വിശ്വസിച്ചില്ല. അതല്ലേ. എന്നിട്ട് എപ്പോഴെങ്കിലും മമ്മൂക്കയോട് പിന്നെ ഉർവശി ചോദിച്ചിട്ടുണ്ടോ, അന്ന് ആ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടോ മമ്മൂക്ക? അന്നും മമ്മൂക്ക പറയും, ഇപ്പൊ നീ എങ്ങനെ ഇരിക്കുന്നു, ആ പടം ഇപ്പൊ വലിയ ആളായെന്നു പറയും. അതെ, പിന്നെ അങ്ങനെ പറയുള്ളൂ. അത് ശരി. ഇല്ല ഞാൻ പറഞ്ഞതങ്ങനെ അങ്ങനെ പറഞ്ഞില്ല, പോ അത്രേ ഉള്ളൂ. ആണല്ലേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേച്ചി കൊടുത്ത ഇന്റർവ്യൂസ് ഒക്കെ വൈറൽ ആവുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്ന് എടുത്ത് നോക്കുമായിരുന്നേ. അപ്പൊ അതിനകത്ത് മറ്റൊരു കാരണം, ശ്രീനിവാസന്റെ മരണത്തിന് ഞാൻ പോകാത്തതിന്റെ കാരണം ഇതാണ്. അപ്പൊ ഞാനിങ്ങനെ എന്താണ്, ഉള്ളിലേക്ക് തുറന്നു നോക്കുമ്പോൾ സിനിമയുടെ ഷൂട്ടിലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ വളച്ചൊടിക്കുമ്പോഴത്തേക്കും ചേച്ചിക്ക് സത്യത്തിൽ ദേഷ്യം വരാറുണ്ടോ? അല്ല, ഞാൻ ദുഷ്ടന്മാരെ വിളിക്കും, രാവൊക്കെ ചെയ്യും ഞാൻ. എന്റെ പൊന്നെ, പിന്നെ ഉണ്ടോ? പിന്നെ അത് ഇതൊരു തമാശയാണ് സത്യം പറഞ്ഞാ. ഇപ്പൊ ഉർവശി പൊട്ടിക്കരഞ്ഞു, എന്തിന്? അപ്പൊ ഏതോ പടത്തിൽ ഗ്ലിസറിനിട്ട് കരഞ്ഞ കാര്യമൊക്കെ ആയിരിക്കും. ചേട്ടാ ഇരുന്ന് ചിരിക്കുന്ന കാണാം. ദോഷകതർക്കല്ലാത്ത കാര്യങ്ങളൊക്കെ ഓക്കെ, മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് വേണ്ട. എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ, അതൊന്നും ശ്രദ്ധിക്കത്തില്ല. എന്തിനാണ് ജീവിതത്തിൽ അതല്ലാത്ത നമ്മളത് കണ്ടാൽ തീർച്ചയായിട്ടും ആ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, നമുക്ക് മനസ്സിന് വിഷമം തോന്നും എന്നുള്ള അറിഞ്ഞുകൊണ്ടല്ലേ ഇടുന്നത്. അവരെ പിന്നെ മൈൻഡ് ചെയ്യുന്നത് എന്തിനാ? നമ്മളെ ഇഷ്ടപ്പെടുന്ന എത്ര പേര് വേറെ കിടക്കുന്നു. ചേച്ചി, ഈ എൽ ജഗദമ്മ സ്റ്റാൻഡേർഡ് 7B തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ആളുകൾ സ്വീകരിക്കുക എന്നോർത്തുള്ള ഒരു ടെൻഷൻ ചേച്ചിയുടെ മനസ്സിലുണ്ടോ? ഇല്ല, എൻ്റെ ഒരു സിനിമയെ കുറിച്ച് എനിക്ക് അങ്ങനെ ടെൻഷനില്ല. ഇത്രയും കാലം എന്നെ നിലനിർത്തിയവരെൻ്റെ ആൾക്കാരാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട്. അത്രയ്ക്ക് കാണാൻ പറ്റാത്തൊരു സിനിമയിൽ ഞാൻ ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. അതെ. ചേച്ചിയുടെ മോൻ ചേച്ചിയുടെ സിനിമകൾ കാണാറുണ്ടോ? കോമഡി സിനിമയാണെങ്കിൽ കാണും. അതെ. കരയുന്ന സിനിമകൾ കാണില്ല, അത് കൊള്ളൂല്ല എന്ന് പറയും. അതെ. മൂക്കുത്തിയമ്മൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടു, വീട്ടിലെ വിശേഷം കണ്ടു, പിന്നെ പഴയ സിനിമകൾ കോമഡി സിനിമകളൊക്കെ എടുത്തിട്ട് കാണും. പഴയ മകളിൽ മറ്റും എന്നൊരു സിനിമയുണ്ട്, ഞാനും രേവതിയും രോഹിണിയും. അതിൽ ഫൈറ്റും ഞാൻ മുട്ട വെച്ച് എറിയുന്ന ഭയങ്കര ഭീകര ഫൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ ഇഷ്ടം. ആ പടത്തിനകത്ത് അങ്ങനെയാണ്, സ്ത്രീകൾ മാത്രമുള്ള സിനിമയല്ലേ. അപ്പൊ അതിൽ എനിക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെയാണ് ക്ലൈമാക്സ് എടുത്തേക്കുന്നത്. വില്ലന്മാർക്ക് നേരെ ഒരു മുട്ട വണ്ടി കയറിയിരുന്ന് രേവതി ഓടിക്കും, ഞാൻ ഈ മുട്ട വണ്ടി എടുത്ത് വെച്ച് പുറകെ വരുന്നത്. ഇതൊക്കെ അല്ലേ ഭയങ്കര ഫൈറ്റായിട്ട് വയ്ക്കാൻ പറ്റൂ. മാന്തുക, കടിക്കുക, നുള്ളുക, ഇതൊക്കെ അല്ലേ നമുക്ക്. അല്ലാതെ ഒരിക്കലും എനിക്ക് ഫൈറ്റ് പറ്റൂല. അടുത്ത് നിൽക്കുന്ന ആള് ഫൈറ്റ് ചെയ്തിട്ട് ബുഹാന്നൊക്കെ കാണിക്കൂടെ, ഞാൻ ഓരോന്നിനും ഞെട്ടും. എനിക്ക് പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ പണ്ട് പ്രശ്നം അതാണ്. തോക്കിങ്ങനെ എടുത്ത് വെച്ച് ഇവിടുത്തെ ശബ്ദം വരുമ്പോൾ ഇതാവും. കണ്ണങ്ങനാവരുത് ഉർവശി പ്ലീസ്, കണ്ണങ്ങനാവരുത്. 3 ദിവസം ഒരു പടം ട്രൈ ചെയ്തു, എന്നിട്ട് ഡ്രോപ്പ് ചെയ്തു. ഇതിനകത്ത് നന്ന് പൊട്ടാസാണ് വെക്കുന്നത്, മറ്റേ ചുവന്ന നിറത്തിനകത്ത്. ആ സാധനം അകത്ത് വെച്ചിട്ടാണിത്. ചെറിയൊരു ശബ്ദമേ ഉള്ളൂ, പക്ഷെ ഹാൻഡ്സം. ഉർവശിയുടെ കണ്ണിൽ വേണ്ട, അത് കണ്ണ് തുറപ്പിച്ച് നോക്കുന്ന എത്ര പറഞ്ഞാലും ഈ ശബ്ദം വരുമ്പോൾ നമ്മൾ അറിയാതെ ഇവിടെ ഒന്ന് ചുരുങ്ങും. അതിൽ ഒരുപാട് പേരെ വെടിവെക്കുകയൊക്കെ വേണം. വെരി സോറി. എന്നാൽ ലോറിയൊക്കെ ഓടിച്ചിട്ടുണ്ട്. നമ്മൾ ചാവില്ല എന്നുള്ളതിനെ കുറിച്ച് ഒന്നും ആശങ്കയൊന്നുമില്ല. എല്ലാ ചേട്ടന്മാരും പറഞ്ഞു കയറി ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു. ഞാൻ വീണ് പോയതാ നിങ്ങൾക്ക് നഷ്ടം. അതുപോലെയായിരുന്നു ചിന്ത. കൊടൈക്കനാലില് ഹെയർപിൻ ബെൻഡിലൊക്കെ സത്യം. അത് രതീഷ് ചേട്ടനാണ് അതിലെ ഹീറോ. എനിക്ക് രാവിലെ തന്ന ദോശ ഉണങ്ങിപ്പോയെന്ന് രതീഷ് ചേട്ടൻ ആ പടം വിട്ടുപോയി. ഒരു ഹീറോ പോയ ഒരു റീസൺ കേട്ടോ, ചിരിച്ച് മണ്ണു. പിന്നെ രതീഷ് ചേട്ടൻ്റെ കാര്യങ്ങൾ കേട്ടോ, എന്താ മോളെ ടിഫിൻ എന്ന് ചോദിച്ചു. ഒരേ സമയത്ത് കുറെ പടം കമ്മിറ്റ് ചെയ്തിരിക്കാം, ഇത് കാരണം മുങ്ങണം. ഞാൻ പറഞ്ഞു ചേട്ടാ നോക്കിയേട്ടാ, വെളുപ്പിന് ഇവർ വാങ്ങിച്ചോണ്ടൊന്ന് ദോശ രാവിലെ 7 മണിക്ക് വന്നൊരു സീന വരച്ച് നോക്കിയപ്പോൾ ഇതാ ഉണങ്ങിയിരിക്കുന്നു. ഇത് ഞാൻ സാമ്പാർ ഒഴിച്ച് കുതിർത്തിട്ട് തിന്നാൻ പറ്റുന്നില്ല. അയ്യോ കൊച്ചിന് ഇതാണോ തരുന്നത്? ചേട്ടാ മാച്ചോണ്ട് തരാം മോളെ. വണ്ടി എടുത്ത് പോയി. ഞാൻ അവിടെ ഇരുന്നു, ചേട്ടാ മാച്ചോണ്ട് വരട്ടെ, എന്നിട്ട് ഇനി പോകുന്നുള്ളൂ. അപ്പം ബിപിൻ മോഹനാണ് ക്യാമറ, ഡയറക്ടർ ഇതെടുത്തില്ലേ ചക്കരയുമ്മ സാജൻ ചേട്ടനും വന്നു.
മോളെ വരൂ രതീഷ് എന്തിയേ? ഞാൻ പറഞ്ഞു എനിക്ക് ദോശ വാങ്ങിക്കാൻ പോയി. ദോശ വാങ്ങിക്കാൻ പോയോ? എവിടെ ഇവിടെ ഇവിടെ കട? ഞാൻ പറഞ്ഞു തോണ്ടെന്ന് മേലെ നോക്കിയപ്പോൾ ഹെയർ പിൻ ബെല്ല് വഴി പോകുന്നു വണ്ടി. അപ്പം തോണ്ടെ താഴെ പോയി വാങ്ങിക്കാൻ പോയിരിക്കുന്നു. താഴെ പോയി ദോശ വാങ്ങിക്കാൻ പോയിരിക്കുന്നു. അതങ്ങനെ ദോശ എന്താ ആർക്ക്? അപ്പോൾ എനിക്ക് എന്താ ദോശ ഉണങ്ങിപ്പോയി. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ദോശ ഉണങ്ങിപ്പോയതുകൊണ്ട് ദോശ വാങ്ങിക്കാൻ നടൻ പോയിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന പ്രൊഡക്ഷൻ മാനേജറൊക്കെ പിടിച്ച് ചാടിക്കൊക്കെ ചെയ്യുന്നു. ഈരാളി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ്. ചാടിക്കൊക്കെ ചെയ്തു. കൊച്ചൻ തന്നെയാണ് പറയാൻ പോയത് രജിസ്റ്റർ. ഞാൻ പറഞ്ഞു വേറെ ആരും ഇവിടെ വന്നില്ല, എനിക്കിത് തന്നിട്ട് അപ്പോൾ ആ പ്രൊഡക്ഷൻ ചേട്ടൻ പോയി. അപ്പോൾ എനിക്ക് ദോശ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അയ്യോ ഇവിടെ മേളിൽ തട്ടുകട കൊണ്ടുകൊടുത്ത് വാങ്ങിച്ചു കൊടുക്കത്തില്ല, ഒരു കെട്ട് ദോശ വാങ്ങിച്ചോണ്ട് ഒന്ന് കൊടുത്തു തിന്നേട്ടായി കൊച്ചെന്ന് പറഞ്ഞു. ആരൊക്കെയോ പറഞ്ഞു. ചേട്ടൻ പോയി അവിടെ നിന്നു. അത് പാക്കപ്പ് ആവുന്നവരെല്ലാവരും എന്നെ ചീത്ത പെണ്ണു കാരണം ഒരു ഹീറോയെ ദോശ വാങ്ങിക്കാൻ പറഞ്ഞയച്ചു എന്നും പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹം മുങ്ങിയതാണ്. അപ്പോൾ ഏതായാലും എൽ ജഗദമ്മ സ്റ്റാൻഡേർഡ് 7B എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവിധ മലയാളികൾ, കുടുംബ പ്രേക്ഷകർ, സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, ഉർവശി ചേച്ചിയെ ഇഷ്ടപ്പെടുന്നവർ, ചേച്ചിയുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും തിയേറ്ററുകളിലേക്ക് എത്തട്ടെ, സിനിമ കാണട്ടെ, സിനിമയെ വിജയിപ്പിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ചേച്ചി, ആൻഡ് താങ്ക് യു സോ മച്ച്. Krishna Leela, Joy Alucas, world's favorite jeweler.